നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 201 201. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമാസമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ഇന്ന് തൃതീയ സ്കന്ധം 2-ാം അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. തതോ നന്ദവ്രജമിത പിത്ര കംസാദ് വിഭിഭ്യത ഏകാദശ സമാസ്തത്ര ഗൂഢാർച്ചിസ്സബലോ അവസത്. തതോ നന്ദവ്രജം ഇത പിത്ര കംസാദ് വിഭിഭ്യത ഏകാദശ സമാനസ്തത്ര ഗൂഢാർച്ചിസ്സബലോ അവസത്. കംസനിൽ നിന്ന് വിശേഷമായി ഭയപ്പെട്ടിരിക്കുന്ന പിതാവിനാൽ, അതായത് വസുദേവരാൽ, നന്ദവ്രജത്തെ പ്രാപിക്കപ്പെട്ടവനായിട്ട് അവിടെ 11 സംവത്സരം, അതാണ് പ്രധാനം. 11-ാമത്തെ വയസ്സിലാണ് കംസവധും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ബലരാമനോട് കൂടിയവനായിട്ട് അവസത് വസിച്ചു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം വരും. അതിനുശേഷം കംസനിൽ നിന്ന് ഭയപ്പെട്ടിരിക്കുന്ന പിതാവായ വസുദേവൻ നന്ദഗോകുലത്തിൽ കൊണ്ടുപോയാക്കി അരണിക്കുള്ളിൽ അഗ്നി എന്ന പോലെ അവിടെ സ്വപ്രഭാവത്തെ പ്രകാശിപ്പിക്കാതെ 11 സംവത്സരം ബലരാമനോടും കൂടെ വസിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭ്യാസമൊക്കെ പുറത്തെടുത്ത് ഇന്ദ്രനെയും ബ്രഹ്മാവിനൊക്കെ ഒതുക്കിയിട്ടുണ്ട്. എത്രയോ രാക്ഷസന്മാരെ ഒതുക്കി. പക്ഷേ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും സർവവ്യാപിയും സർവജ്ഞനുമായിരിക്കുന്ന ആ ഭഗവാൻ തൻ്റെ ബാലലീലകളെ അത്യുത്കൃഷ്ടമാക്കി പറഞ്ഞില്ലേ. ഇനി 27-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. പരീതോ വത്സവൈർവത്സാം ചാരയൻ വ്യഹരത് വിഭു യമുനോപവനേ കുജദ്വിജ സങ്കുലിതാംഗ്രിപേ. പരീതോ വത്സവൈർവത്സാം ചാരയൻ വ്യഹരത് വിഭു യമുനോപവനേ കൂജദ്വിജസങ്കുലിതാംഗ്രിപേ. അതിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ, പശുക്കുട്ടികളെ മേയ്ക്കുന്നവരാൽ ചുറ്റപ്പെട്ടവനായിട്ട്, കുട്ടികളെ മേയ്ക്കുന്നവനായിട്ട് ഭഗവാൻ ശബ്ദിക്കുന്ന പക്ഷികൾ നിറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങളോടുകൂടിയ യമുനാ സമീപവനത്തിൽ വ്യഹരിച്ചു. തിമിർത്താടി ഭഗവാൻ. പ്രഭുവായ കൃഷ്ണൻ പശുക്കുട്ടികളെ പരിപാലിക്കുന്ന വേലയിൽ ഏർപ്പെട്ട് മറ്റു ഗോപന്മാരൊരുമിച്ച് ചേർന്ന് മനോഹരമായി ശബ്ദിക്കുന്ന പക്ഷിവൃന്ദം നിവസിക്കുന്ന മരങ്ങൾ നിറഞ്ഞിരിക്കുന്ന യമുനാ നദി സമീപവനത്തിൽ കളിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 28-ാമത്തെ ശ്ലോകം പറയണം. അതെന്താ? കൗമാരീം ദർശയം ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജൗകസാം രുദന്നിവഹസൻ മുഗ്ധ ബാലാസിംഹാവലോകനാം. കൗമാരീം ദർശയം ചേഷ്ടാം പ്രേക്ഷണീയാം വ്രജൗകസാം രുദന്നിവഹസൻ മുഗ്ധ ബാലസിംഹാവലോകനാം. അതിൻ്റെ വാക്കാർത്ഥം കേട്ടോളൂ. ഭംഗിയുള്ള ബാലസിംഹം എന്ന പോലെ നോക്കുന്നവൻ. ചെറിയ സിംഹം എങ്ങനെ നോക്കുക? അത്ര ശ്രേഷ്ഠമായിട്ടുള്ള അവലോകനാണ്. കരയുന്നവനെ പോലെയും ചിരിക്കുന്നവനെ പോലെയും ഗോകുലമാകുന്ന വാസസ്ഥാനത്തോടു കൂടിയവർക്ക് കാണാൻ യോഗ്യതയുള്ള കൗമാര വ്യാപാരത്തെ കുട്ടിയായിരിക്കുമ്പോൾ കാട്ടിക്കൊടുക്കുന്നവനായിരുന്നു. അതായത് ആ ബാലലീലകളാടുമ്പോൾ അല്ലേ, കൗമാരലീലകൾ, അതിൻ്റെ ഭാവാർത്ഥം കേട്ടോളൂ.
ബാലലീലയിൽ ഏർപ്പെടുന്ന ചില അവസരങ്ങളിൽ ചൊടിയുള്ള സിംഹക്കുട്ടിയെപ്പോലെ ധീരമായി നോക്കുക, ചിലപ്പോൾ കരയുക, ചിലപ്പോൾ ചിരിക്കുക എന്നീ ബാലചേഷ്ടകളെ കാണാൻ തക്ക വിശേഷതയോടുകൂടെ വ്രജവാസികൾക്ക് കാട്ടിക്കൊടുത്ത് അവരെ വ്യാമോഹിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മോഹത്തിൽ ആറാടിച്ചിരുന്നു എന്നർത്ഥം. സമ്മോഹനാസ്ത്രം പറഞ്ഞൊന്നുണ്ട്, ബോധം കെട്ടു പോവും, അതിനെ സ്വബോധത്തിലിരിക്കില്ല. ഇനി 29 ശ്ലോകം. സ ഏവ ഗോധനം ലക്ഷ്മ്യാ നികേതം സിതഗോവൃഷം ചാരയണ്ണനുഗാൻ ഗോപാൻ രണദ്ദേണൂരരീരമത്. സ ഏവ ഗോധനം ലക്ഷ്മ്യാം, അവരുടെ സമ്പത്ത് എന്താ? പശുക്കളെ. ഗോധനം ലക്ഷ്മ്യാ നികേതം സിതഗോവൃഷം ചാരയണ്ണനുഗാൻ ഗോപാൻ രണദ്ദേണുരരീരമത്. അതിൻ്റെ വാക്കാർത്ഥം നോക്കിക്കോളൂ. അവൻ തന്നെ ശ്രീദേവിയുടെ വാസസ്ഥാനവും വെളുത്ത പശുക്കളും കാളകളും ഉള്ളതുമായ പശുക്കൂട്ടത്തെ, അതായത് ഗോധനത്തെ മേച്ചുകൊണ്ടും വേണുവിനെ ശബ്ദിപ്പിക്കുന്നവനുമായിട്ട്, അതായത് ഓടക്കുഴൽ ഊതി മറ്റുള്ളവരെ മോഹിപ്പിക്കാം, അനുഗാൻ കൂടെ സഞ്ചരിക്കുന്ന ഗോപന്മാരെ രമിപ്പിച്ചു, സന്തോഷിപ്പിച്ചു എന്നർത്ഥം. അത് കഴിഞ്ഞിട്ട് കുറേ കൂടെ പ്രായം ചെന്നപ്പോൾ, അതായത് ഭഗവാന് കുറച്ചുകൂടി 8-9 വയസ്സൊക്കെ ആകുമ്പോൾ ആ ഭഗവാൻ തന്നെ കുട്ടികളെ മേയ്ക്കുന്ന വേലയെ വിട്ട് ഐശ്വര്യത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനവും വെളുപ്പു നിറമുള്ള ഭംഗിയേറിയ പശുക്കളും കാളകളുമുള്ള ഗോധനത്തെ പരിപാലിക്കുന്ന വലിയ വേലയിൽ ഏർപ്പെട്ടു. പശുക്കുട്ടികളെ നോക്കിയിരിക്കുന്ന ജോലി വേണ്ട വെച്ച് പശുക്കളെ നോക്കുന്ന ജോലിയിൽ വ്യാപൃതനായി. കൂടെ നടക്കുന്ന ഗോപന്മാരെ വേണുഗാനത്താൽ രമിപ്പിച്ചു. നല്ലൊരു സംഗീതജ്ഞനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ. അദ്ദേഹമാണ്, പക്ഷെ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് ഒരു 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 ശ്രേഷ്ഠത എന്താ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയില്ല. അതിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ആദ്യ ശബ്ദം ക്ലീം എന്നാണ്. ആ ക്ലീം എന്നുള്ളത് കാമരാജമന്ത്രമാണ്, കാമനകളെ മറികടക്കുന്നതാണ്. അപ്പം ഭഗവാനോട് അടുക്കും തോറും കാമനകളില്ലാത്തവർക്ക് അടുക്കാൻ പറ്റുള്ളൂ. നിഷ്കാമകർമ്മം ചെയ്യുന്നവർക്കേ ഭഗവാനോട് അടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ യജ്ഞവേദിയിൽ അല്ലെങ്കിൽ യജ്ഞശാലയിൽ അന്നപൂർണേശ്വരി ഹാളിൽ ആയിരക്കണക്കിന് ആൾ ഊണ് കഴിക്കണത് എന്താ? അവർ കർമ്മകാണ്ഡത്തിൽ ബഹുമാനം വെച്ചുകൊണ്ട് ശ്രേയസ് ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരാരും യജ്ഞശാലയിൽ ഗ്രന്ഥം വായിക്കണില്ല. ഗ്രന്ഥം കയ്യിലുണ്ടെങ്കിലല്ലേ അതിലെന്താ എഴുതിയണത് എന്നുള്ളതൊക്കെ നോക്കുള്ളൂ. അപ്പോൾ നിഷ്കാമകർമ്മമാണ് ഇതിൻ്റെ ഇതിവൃത്തം. മാത്രമല്ല ധർമാർത്ഥ കാമ മോക്ഷം നേടുക എന്നുള്ളതാണ്, മുക്തി നേടുക എന്നുള്ളതാണ്. മുക്തി നേടാൻ ഏറ്റവും ഔചിത്യപൂർണമായിട്ടുള്ള അവസ്ഥ ഭക്തിമാർഗമാണ്. ഭക്തി ഉറയ്ക്കാതെ കണ്ട്, ഭക്തിജ്ഞാന വൈരാഗ്യാദികളില്ലാതെ കണ്ട് നമ്മൾക്ക് മോക്ഷവും കിട്ടില്ല. പറഞ്ഞേ. അപ്പോൾ പറയണു 30ാമത്തെ ശ്ലോകം പറയണു. പ്രയുക്താൻ ഭോജരാജേന മായിന കാമരൂപിണ ലീലയാ വൃനുദത്താം സ്ഥാൻ ബാലക്രീഡനകാനിവാം. പ്രയുക്താൻ ഭോജരാജേന മായിന കാമരൂപിണ ലീലയാ വ്യനുദത്താം സ്ഥാൻ ബാലക്രീഡാനകാന്യവാം. കംസനാൽ അയക്കപ്പെട്ട ഇച്ഛ പോലെ രൂപം ധരിക്കുന്ന മായാവികളായ അവരെ ബാലൻ കളിക്കോപ്പുകളെ എന്ന പോലെ വിനോദമായിട്ട് നശിപ്പിച്ചു. ബാലൻ കളിക്കോപ്പുകളെ നശിപ്പിക്കും. നമ്മൾ ലഹള കൂട്ടിയിടുന്ന യാതൊരു കാര്യമില്ല അല്ലേ? അതേപോലെ കംസൻ അയച്ച രാക്ഷസന്മാരേനൊക്കെ ഭഗവാൻ വിനോദമായിട്ട് കൊന്നു തീർത്തു. ഇനി അതിൻ്റെ ഒരു ഭാവാർത്ഥം,
ഗോകുലത്തിൽ വളരുന്ന കൃഷ്ണഭഗവാനെക്കുറിച്ച് കേട്ടറിഞ്ഞ കംസൻ ഭഗവാനെ ഹിംസിപ്പാനായിട്ട് മായാവികളായ ഓരോ അസുരന്മാരെ പറഞ്ഞയച്ചു. സ്വന്തം ഇച്ഛ പോലെ രൂപം ധരിപ്പാൻ സമർത്ഥന്മാരായ അവർ ഓരോ രൂപങ്ങളെ എടുത്തുകൊണ്ട് ഭഗവത് സമീപത്തിൽ വ്യാജേന വന്നു ചേർന്നു. വ്യാജേന ഒരു ബാലൻ അവൻ്റെ കളിക്കോപ്പുകളെ വിനോദമായി എറിഞ്ഞുടയ്ക്കുന്നതുപോലെ ശ്രീകൃഷ്ണൻ അവരെ എല്ലാം നിഷ്പ്രയാസം സംഹരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 31-ാമത്തെ ശ്ലോകം. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യാംബുജഗാധിപം ഉത്ഥാപ്യാപായയൽ ഗാവ തത്തോയം പ്രകൃതിസ്ഥിതം. വിപന്നാൻ വിഷപാനേന നിഗൃഹ്യാംബുജഗാധിപം ഉത്ഥാപ്യാപയായൽ ഗാവസ്തത്തോയം പ്രകൃതിസ്ഥിതം. അതായത് കാളിന്തി നദിയിൽ കാളിയൻ കടക്ക കാരണം ആ വെള്ളം ജനവാസമുള്ളവർ ജനങ്ങൾക്ക് ജീവജാലങ്ങൾക്ക് പഥ്യമായിരുന്നില്ല. കാരണം അതിൽ വിഷാംശമായിരുന്നു. അപ്പോൾ ഭഗവാൻ ലീലയാ വിനോദമാടുന്നു എന്ന സംജ്ഞപ്രകാരം ഭഗവാൻ തൻ്റെ ഭക്തന്മാരായിരിക്കുന്ന ചെറുപ്പക്കാരെ തന്നിലേക്ക് അടുപ്പിച്ചും കൊണ്ട് അദ്ദേഹത്തിൻ്റെ കാര്യശേഷിക്ക് അനുസരിച്ച് അങ്ങനെ പറയാം പലതരത്തിലും സത്സംഗങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് പറയണത്. പിന്നെ നിഷ്പ്രയാസം സംഹരിച്ചു എന്നാ കളിക്കോപ്പുകളെ അല്ല വിപന്നാൻ വിഷപാനേന ഈ പിന്നെ എന്താ പറയുക കാളിയൻ്റെ കാര്യം. അപ്പോൾ പറഞ്ഞു വിഷപാനം കൊണ്ട് മരിച്ചവരെയും ഗോക്കളെയും എഴുന്നേൽപ്പിച്ചിട്ട് സർപ്പാധിപനെ നിഗ്രഹിച്ചിട്ടില്ല സമുദ്രത്തിൽ പോയി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ സ്വഭാവ നിലയിൽ വരുത്തിയ ആ ജലത്തെ പാനം ചെയ്യിപ്പിച്ചു. അതായത് വിഷാംശങ്ങളൊക്കെ ഇല്ലാതെ കണ്ടായി അതിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ടായി, പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായി. കാളീനെ പറഞ്ഞിച്ചു തന്നെ. ഇനി അത് കുറച്ചുകൂടി ഉണ്ട്. അതായത് ഇനി 32, 33, 34 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ തൃതീയ സ്കന്ധം കഴിയുക. അപ്പോൾ നമുക്ക് നോക്കാം. 32 അയാജയത് ഗോസവേന ഗോപരാജം ദ്വിജോത്തമേ വിത്തസ്യ ച ചോരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭൂ. അയാജയത് ഗോസവേന ഗോപരാജം ദ്വിജോത്തമേ വിത്തസ്യ ച ഉരുഭാരസ്യ ചികീർഷൻ സദ്വ്യയം വിഭൂ. എന്താ അതിൻ്റെ വാക്കാർത്ഥം വരിക എന്ന് ചോദിക്കുകയാണെങ്കിൽ ഉരുഭാരസ്യ വിത്തസ്യ അധികരിച്ചു കെട്ടിക്കിടക്കുന്ന ധനത്തിൻ്റെ ഉപയുക്തമായ വ്യയത്തെ ചെലവിനെ ചെയ്യാൻ ആഗ്രഹിച്ചു. എങ്ങനെ? ശ്രേഷ്ഠന്മാരായ ബ്രാഹ്മണരെ കൊണ്ട് പശുസംതൃപ്തികരമായ യാഗത്താൽ നന്ദഗോപനെ യജിപ്പിച്ചു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. പശുക്കളുടെ അഭിവൃദ്ധി നിമിത്തം നന്ദഗോപരുടെ ഭണ്ഡാരം നിറഞ്ഞിരിപ്പാണ്. വർദ്ധിച്ചിരിക്കുന്ന ആ ധനത്തെ സദ്വിഷയത്തിൽ ചെലവ് ചെയ്യിക്കണം എന്നാലോചിച്ച് കൃഷ്ണൻ വിധിപ്രകാരം ഗോസവം എന്ന യാഗം കഴിപ്പാനുള്ള വൈദിക ബ്രാഹ്മണരെ വരുത്തി അവരെ കൊണ്ട് നന്ദഗോപരുടെ ഗോകുലം അഭിവൃദ്ധിയിൽ വരുവാൻ ദൈവപ്രസാദം ഉണ്ടാക്കേണ്ടതിന് ഉപകരിക്കുന്ന ഒരു യാഗം ചെയ്യിപ്പിച്ചു. ഇനി 33-ാമത്തെ ശ്ലോകം പറയുന്നു. വർഷതീന്ദ്രേ വ്രജകോപാൽ ഭക്തമാനേ അതിവിഹ്വല ഗോത്രലീലാതപത്രേണ ത്രാതോ ഭദ്രാനുഗൃഹ്ണതാം. വർഷതീന്ദ്രേ വ്രജകോപാൽ ഭക്തമാനേ അതിവിഹ്വല
ഗോത്രലീലാതപത്രേണ ദ്രാത്രാദോ ഭദ്രാനുഗൃഹതാം. നശിപ്പിക്കപ്പെട്ട അഭിമാനത്തോടുകൂടിയ ദേവേന്ദ്രൻ കോപം നിമിത്തം വർഷിച്ചപ്പോൾ അതിവിഹ്വല ഏറ്റവും പരവശപ്പെട്ട ഗോകുലം. എന്നിട്ടോ അല്ലയോ പൂജ്യ, അനുഗൃഹത കൃഷ്ണേന അനുഗ്രഹിക്കുന്ന കൃഷ്ണനാൽ ഗോത്രലീലാപത്രേണ പർവ്വതമാകുന്ന ലീലപത്രം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു. ത്രാത സംരക്ഷിക്കപ്പെട്ടു എന്നാ പറഞ്ഞത്. ഇനി അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഇന്ദ്രൻ കോപിക്ക ഹേതുവാൽ അതിവർഷം കൊണ്ട് ഗോകുലത്തെ നശിപ്പിക്കുവാൻ ഭാവിച്ചപ്പോൾ ആര് ഭാവിച്ചു? ഇന്ദ്രൻ. ഹേ ഭദ്ര, ഗോകുലം ഭയചകിതമായി ഭവിച്ചു. ആ നാശം തീർത്തനുഗ്രഹിപ്പാൻ ഭാവിച്ച ഭഗവാൻ ഗോവർദ്ധനപൂർവതത്വത്തെ കളിയായി കുട പോലെ ധരിച്ച് ഇന്ദ്രകൃതമായ അതിവർഷത്തിൽ നിന്ന് ഗോകുലത്തെ പരിപാലിച്ചു. ഇനി ഈ മൂന്നാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം 34. ശരശിശികൈരമൃഷ്ടം ശരശ്ചികരൈമൃഷ്ടം മാനയൻ രജനീമുഖം ഗായൻ കളപദം രേമേ സ്ത്രീണാം മണ്ഡലമണ്ഡനാം. അപ്പോൾ ശരചന്ദ്രകിരണങ്ങളെ, ശരക്കാലത്തെ ചന്ദ്രകിരണങ്ങളെ കൊണ്ട് ശുദ്ധമായ പ്രദോഷ സമയത്തെ ബഹുമാനിക്കുന്നവനും കളപ്പദം മനോഹരപദത്തെ ഗാനം ചെയ്യുന്നവനും സ്ത്രീകളുടെ മണ്ഡലത്തെ അലങ്കരിക്കുന്നവനുമായിട്ട് രമിച്ചു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ശേഷം ഭാവാർത്ഥം പറയാം. ഞാനിന്നിപ്പോൾ 3 മുതൽ 4:30 വരെ ഭാഗവതം മൂലം കുട്ടികളുടെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. കുറച്ച് സ്ലീപ്പി വരുന്നുണ്ട്, സാരമില്ല, കുറച്ച് കിടന്നാൽ മതിയായിരുന്നു. അപ്പോൾ എല്ലാം വേഗം കഴിയണ്ടേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരൽക്കാലത്തിൽ മേഘമറവില്ലാത്ത ഉദിച്ചുയരുന്ന ചന്ദ്രൻ്റെ കിരണങ്ങൾ എങ്ങും വ്യാപിച്ചു വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദോഷ സമയത്തിൽ ആ സമയത്തെ ബഹുമാനിക്കുന്നവനെന്ന നിലയിൽ ഓടക്കുഴൽ കൊണ്ട് മനോഹരമായി ഗാനം ചെയ്യുന്നതിനെ കേട്ടിട്ട് അവിടെ വന്നണഞ്ഞ ഗോപസ്ത്രീ സംഘത്തെ അലങ്കരിപ്പിക്കുവാൻ അവരോട് കൂടി ചേർന്ന് പാടിക്കളിച്ച് രമിച്ചു എന്നാണ് ഞാൻ ആദ്യം പറയാൻ പോയത്. എന്തായാലും അർത്ഥം ഒന്നാണ്. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ തൃതീയ സ്കന്ധേ ബന്ധസർഗനിരൂപണസ്കരണേ വ്രജലീലാ നിരൂപണം നാമ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നിപ്പോൾ ഡേറ്റ് വരിക 1/11/2025. അപ്പോൾ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഒരു 8-10 മിനിറ്റ് കൂടി വേണം. 30 അത് സാധിക്കും അറിയില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 3-ാം അധ്യായം. ഇപ്പോൾ കഴിഞ്ഞത് 2-ാം അധ്യായമാണ് കഴിഞ്ഞത്. അപ്പോൾ തൃതീയ സ്കന്ധം 3-ാം അധ്യായം. ഉദ്ധവാവാച തതസ്സ ആഗത്യ പുരം സ്വപിത്രോ ചികീർഷയാശം ബലദേവ സംയുതാം നിവാത്യ തുംഗാദ്രിപുയൂതനാഥം ഹതം മൃഗർഷവ്യസമോജസർവ്യാം. അതായത് ഉദ്ധവ, അതിൻ്റെ വാക്കാർത്ഥം പറയാം. ഞാനൊന്ന് മയങ്ങി തോന്നുന്നു, എനിക്കറിയില്ല. ഏതായാലും
19 മിനിറ്റല്ലേ ആയുള്ളൂ, ഒരു 25 മിനിറ്റെങ്കിലും ആവണ്ടേ എന്നുണ്ട്, നോക്കാം. അനന്തരം കൃഷ്ണൻ പട്ടണത്തെ ബലരാമനോടുകൂടെ ആഗമിച്ചിട്ട് സ്വപിതാക്കന്മാർക്ക് സൗഖ്യത്തെ ചെയ്യുവാനുള്ള ഇച്ഛ കൊണ്ട് ശത്രുസംഘാധിപനെ ഉച്ചസ്ഥാനത്തിൽ നിന്ന് പതിപ്പിച്ചിട്ട് വലിച്ചിട്ട് ഇറക്കി. അതാണ്ടായത്. ആരെ? ശ്രീകൃഷ്ണൻ. ആരേനെ? കംസനെ. പോട്ടെ ഉറക്കം. എന്നിട്ട് അതെ, പിന്നെ സ്വമാതാപിതാക്കന്മാരായ ദേവകിയും വസുദേവനും സഖ്യമുണ്ടാക്കി തീർപ്പാനുള്ള താല്പര്യത്താൽ ശ്രീകൃഷ്ണൻ ബലരാമസഹിതനായിട്ട് മധുരയിൽ വന്ന് ശത്രുക്കൾ ഉന്നത സൗധത്തിൽ നിന്ന് താഴെ തള്ളിയിട്ടു. ആ വീഴ്ചയാൽ തന്നെ അവൻ പ്രാണഹീനനായി. എങ്കിലും പരാക്രമം നിൽക്കാത്തത് കൊണ്ട് മാതാപിതാക്കന്മാരെ ഉപദ്രവിച്ച ദുഷ്ടനായതുകൊണ്ടും അവൻ്റെ ശരീരത്തെ നിലത്തിട്ട് വലിച്ചു. ഇനി ഒരു ശ്ലോകം കൂടി ചൊല്ലിയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ശ്ലോകം. സാന്ദീപനേ സകൃൽ പ്രോക്തം ബ്രഹ്മാധീത്യാസവിസ്തരം തസ്മൈ പ്രാതാദ്വരം പുത്രം മൃതം പഞ്ചജനോദരത്. സാന്ദീപനേ സകൃൽ പ്രോക്തം ബ്രഹ്മാധീത്യസവിസ്തരം തസ്മൈ പ്രാതാദ്വരം പുത്രം മൃതം പഞ്ചജനോദരാത്. അപ്പം അതിൻ്റെ വാക്കാർത്ഥം പറയാം എങ്ങനെയാണ്? ഒരിക്കൽ പറഞ്ഞുകൊടുത്ത വേദത്തെ സാന്ദീപനിയിൽ നിന്ന് സവിസ്തരം അല്ലെങ്കിൽ വിസ്താരത്തോടു കൂടിയ വണ്ണം പഠിച്ചിട്ട് മൃതം പുത്രം മരിച്ചുപോയ പുത്രനെ പഞ്ചജനനു ഉദരത്തിൽ നിന്നും ദക്ഷിണയായിട്ട് പ്രദാനം ചെയ്തു. അത് വലിയൊരു കാര്യമാണല്ലോ. അതിൻ്റെ വാക്കാർത്ഥം അല്ല ഭാവാർത്ഥം. സാന്ദീപനി മുനിയുടെ ശിഷ്യസ്ഥാനം അംഗീകരിച്ചു. അദ്ദേഹം ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ ഉടൻ അത് പഠിക്കും. ഇങ്ങനെ സാങ്കോപാംഗമായ വേദം അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. ഗുരുദക്ഷിണയായിട്ട് സമുദ്രത്തിൽ മുങ്ങി മരിച്ചു പോയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പുത്രനെ പഞ്ചജനൻ എന്ന സമുദ്രവർത്തിയായ ഒരു തത്വത്തിൽ വയർകീറി അതിനുള്ളിൽ നിന്നെടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അത്രേ ഉള്ളൂ. അവിടെ നിർത്താം. 23 മിനിറ്റായിട്ടേ ഉള്ളൂ എന്ന് എനിക്കറിയാം, സാരമില്ല. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ നാരായണ. ജഗദീശ്വരൻ്റെ അനുഗ്രഹാശിസുകൾ നിർലോഭം എല്ലാവരിലും എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി നമ്മുടെ പ്രാർത്ഥന സമയത്ത് ലോകാ സമസ്ത സുഖിനോഭവന്തു ആയിട്ടാണ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അവിടെ നിർത്താം.